ഇവരെല്ലാവരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. ഇവൻ പിന്നെ കള്ളു കുടിക്കുകയില്ല, ബീഡി വലിക്കുകയില്ല, ചായ കുടിക്കത്തില്ല, പിന്നെ ഒരു ലൈനില്ല. ഇവൻ്റെ പ്രായത്തിലുള്ള പെൺപിള്ളേരുമായിട്ടൊരു ലൈനൊന്നുമില്ല, സന്യാസ ജീവിതം നയിക്കുന്നൊരു കുട്ടിയാണ്. അതുകൊണ്ട് 100% വിശ്വസിക്കാൻ ഞാൻ ഇഷ്ടംപോലെ പൈസ ഇവൻ്റെ കൊടുത്തയച്ചിട്ടുണ്ട്. പുത്രഭാവേന ഞാൻ കൊണ്ടു നടക്കുന്ന പയ്യനാണെന്നാണ് പ്രമീളാദേവി പറഞ്ഞിട്ട്. അങ്ങനെ NSSൻ്റെ വിവിധ സ്കൂളുകൾ, അതായത് ആലക്കോട് തൊട്ട് ആലപ്പുഴ വരെയുള്ള നിരവധി സ്കൂളുകളിൽ ജോലി ചെയ്ത് 10-36 കൊല്ലത്തെ അനുഭവമുള്ള ആളാണ്. പിന്നെ ഈ മുട്ടം കോഓപ്പറേറ്റീവ് ബാങ്കിൽ 81 തൊട്ടിട്ട് ഈ 2011 വരെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പെൻഷനേഴ്സ് സംഘിൻ്റെ ആളായിട്ടും ഒക്കെ പെൻഷനേഴ്സ് സീനിയർ സിറ്റിസൺസ് അവരുടെ ബാങ്കിലും ഒക്കെ പ്രസിഡൻ്റായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരുന്നിട്ടുണ്ട്. കുടുംബശ്രീയുടെ കോർഡിനേറ്ററായിരുന്നു. പിന്നെ വിദ്യാരംഗം കലാസാഹിത്യ വിദ്യയുടെ സർക്കാർ നടത്തുന്ന അതിൻ്റെ 12 വർഷം കൺവീനറായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇങ്ങനെ നിരവധി മേഖലകളിലുള്ള നിരവധി വ്യക്തികളുമായിട്ട് പരിചയമുള്ള ഒരാളെന്ന പേരിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വനിതാ കമ്മീഷൻ അംഗമായ പ്രമീളാദേവി അവരുടെ പ്രവർത്തനങ്ങൾക്കൊരു സഹായി ആവശ്യമായതുകൊണ്ട് തൊടുപുഴ TVയിൽ വെച്ചൊരു ഇൻ്റർവ്യൂ നടത്തുകയും ആ ഇൻ്റർവ്യൂവിൽ എന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തു. അപ്പം മേലധികാരികളെ കാണുന്നതിനും അവിടെ പിന്നെ സിമ്പോസിയം സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കുന്നതിനും പിന്നെ ഡേറ്റ് അറേഞ്ച് ചെയ്യുന്നതിനും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും അതിൻ്റെ റിപ്പോർട്ട് എഴുതുന്നതിനും അതുപോലെ തന്നെ ഇതിൻ്റെ സർക്കാരിലേക്ക് കൊടുക്കുന്നതിനും ഹോൾ അറേഞ്ച് ചെയ്യുന്നതിനും വണ്ടി അറേഞ്ച് ചെയ്യുന്നതിനും ഒക്കെ എനിക്ക് ഒരു സഹായിയായിട്ട് പ്രമീളാദേവി ഏൽപ്പിച്ചു തന്ന ആളാണ് അനന്തകൃഷ്ണൻ. അന്ന് പ്രമീളാദേവിയുടെ PA ആയിരുന്നു അനന്തകൃഷ്ണൻ. അങ്ങനെയുള്ള അനന്തകൃഷ്ണനുമായിട്ട് ഇതുപോലെ ഈ കുട്ടികളുടെ മയക്കുമരുന്നിനെതിരെ പ്രതികരിക്കുന്ന അവരെ പ്രാപ്തരാക്കുന്നതിന്, ലവ് ജിഹാദിനെതിരെ പിള്ളേരെ പ്രാപ്തരാക്കുന്നതിന്, പിന്നെ അതുപോലെ തന്നെ പ്രേമത്തിലകപ്പെടുന്ന പിള്ളേർ, കൗമാരപ്രായക്കാരുടെ ചാബല്യങ്ങൾ, അതേപോലെ തന്നെ മൊബൈലിന് അഡിക്റ്റാകുന്ന, ഇങ്ങനെ നിരവധിയായ, അതായത് മുതിർന്ന ആളുകളോടുള്ള ബഹുമാനമില്ലായ്മ, അങ്ങനെ കുട്ടികളിൽ കാണുന്ന സ്വഭാവ ദൂഷ്യങ്ങളും അതുകൂടാതെ തന്നെ അവരെ ശക്തരാക്കുന്നതിനും പ്രാപ്തരാക്കുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിനും ഒക്കെ വേണ്ടി ഈ കിട്ടിയ വേദികൾ ഉപയോഗിക്കുന്നതിന് അനന്തവുമായി ഞാൻ ധാരാളം യാത്രകൾ ചെയ്യുകയും ധാരാളം പരിപാടികൾ സാമ്പത്തിക തട്ടിപ്പ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പ്രമീളാദേവിയുടെ കാലഘട്ടം തീരുകയും പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തപ്പോൾ അനന്തു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ പൈസയൊന്നും ചോദിക്കരുത്, TA ചോദിക്കരുത്, DA ചോദിക്കരുത്, റിമ്യൂണറേഷൻ ചോദിക്കരുത്, അതൊക്കെ പിന്നെ പ്രമീളാദേവിക്ക് കിട്ടുമ്പോൾ ഞാൻ വഴി കൊണ്ട് തന്നോളാം എന്ന് പറഞ്ഞു. പിന്നീട് തുടർന്ന് ഇവന് ജീവിക്കാൻ മാർഗ്ഗമില്ല, ശമ്പളമില്ല. അപ്പം ഞാൻ പല ഉപാധികളും പറഞ്ഞു, IASന് പഠിക്കുക, IPSന് പഠിക്കുക, നീ നല്ലൊരു വ്യക്തിയായിട്ട് വരാനൊക്കെ പറഞ്ഞു. അതൊന്നും അവന് സ്വീകാര്യമല്ല. ഒരു ഹോട്ടൽ ഏറ്റെടുത്ത് നടത്താൻ, ഇവിടെ ഒരു ഹോട്ടൽ വിൽക്കാനുണ്ട്, അത് ഏറ്റെടുത്ത്. അപ്പോൾ ഇതൊക്കെ വളരെ പതുക്കെ പൈസയൊക്കെ ആവുകയുള്ളൂ. എനിക്കിപ്പോൾ തൽക്കാലം ഉടനെ തന്നെ നിലനിൽപ്പിന് കുറേ പൈസ ആവശ്യമാണ്. അവിടെ കോട്ടമല എസ്റ്റേറ്റ് പിന്നെ മദ്രാസിൽ അങ്ങനെ ഒരു എസ്റ്റേറ്റ് വാങ്ങുന്നതിനും മൗലാന അബ്ദുൽ കലാം ഹോസ്പിറ്റൽ വിലയ്ക്ക് വാങ്ങുന്നതിനും വേണ്ടി ഏതോ ഒരു വലിയ നേതാവ് മദ്രാസിലുണ്ട്. അയാൾ 300 കോടി രൂപ കൊടുത്തിട്ടാണ് ഇത് വാങ്ങുന്നത്. അപ്പോൾ അതിലൊരു ചെറിയ പോർഷൻ കൊടുക്കുകയാണെങ്കിൽ ഇവന് സ്ഥിരമായിട്ടൊരു ജോലി കിട്ടും. അപ്പോൾ ഇവൻ്റെ വീടിൻ്റെ റൂഫിങ് നടന്നിട്ടില്ല, പ്ലംബിങ് നടന്നിട്ടില്ല, വയറിങ് നടന്നിട്ടില്ല, ഇവൻ്റെ പെങ്ങളെ കെട്ടിച്ചിട്ടില്ല, അതിനൊരു 100 പവനോളം സംഘടിപ്പിക്കണം, വിരുന്ന് ആൾക്കാരെ വിളിക്കാൻ 10,000 പേരെ വിളിക്കണം, ഇവന് വാഹനമില്ല, ഇവന് ജോലിയില്ല. ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ ഒറ്റയടിക്ക് പരിഹരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഞാൻ പ്രമേളയോടും ചോദിക്കുന്നുണ്ട്, ഇവൻ്റെ അമ്മയോടും ചോദിക്കുന്നുണ്ട്, സാമ്പത്തിക അച്ചടക്കം ഉണ്ടോ, ഇവന് ഞാൻ പൈസ കൊടുക്കണോ, കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത് തിരിച്ചു കിട്ടുമോ. ഇവരെല്ലാവരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. ഇവൻ പിന്നെ കള്ളു കുടിക്കുകയില്ല, ബീഡി വലിക്കുകയില്ല, ചായ കുടിക്കത്തില്ല, പിന്നെ ഒരു ലൈനില്ല, ഇവൻ്റെ പ്രായത്തിലുള്ള പെൺപിള്ളേരുമായിട്ടൊരു ലൈനൊന്നുമില്ല, സന്യാസ ജീവിതം നയിക്കുന്നൊരു കുട്ടിയാണ്. അതുകൊണ്ട് 100% വിശ്വസിക്കാൻ ഞാൻ ഇഷ്ടംപോലെ പൈസ ഇവൻ്റെ കൊടുത്തയച്ചിട്ടുണ്ട്. പുത്രഭാവേന ഞാൻ കൊണ്ടു നടക്കുന്ന പയ്യനാണെന്നാണ് പ്രമീളാദേവി പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ എന്നെപ്പറ്റി എല്ലായിടത്തും അന്വേഷിച്ചില്ല, ആരും എന്നെപ്പറ്റി മോശം പറഞ്ഞല്ലോ, ഇനി ടീച്ചറിന് തന്നൂടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഞാൻ പെട്ടുപോയതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്ത പൈസ, എൻ്റെ ചിട്ടികളെല്ലാം പിടിച്ചിട്ടും എൻ്റെ സ്വർണ്ണമെല്ലാം പണയം വെച്ചും പലരോടായിട്ട് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ കടം വാങ്ങിച്ചുമൊക്കെയാണ് 25 ലക്ഷം രൂപ ഈ കോട്ടമല എസ്റ്റേറ്റിൽ ഇവന് ജോലി കിട്ടാൻ വേണ്ടി കൊടുക്കുന്നത്.